നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിനെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിനെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ തിരുകർമ്മങ്ങളിലും പ്രദക്ഷിണത്തിലും നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ചേർപ്പ് പൈനിയേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സമാദരണീയം ചടങ്ങ് സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലാണ് സമാദരണം ഒരുക്കിയത്. തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം സംഘനൃത്തത്തിൽ എ ഗ്രേഡ് നേടിയ ടീമിലെ PS ശ്രീലക്ഷ്മിക്ക് CPIMന്റെ അനുമോദനം. CPIM SN നഗർ AKG കോടന്നൂർ ബ്രാഞ്ച് കമ്മിറ്റികളാണ് അനുമോദിച്ചത്. വാർത്തകൾ വിശദമായി. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ തിരുകർമ്മങ്ങളിലും പ്രദക്ഷിണത്തിലും നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. തിരുനാൾ ദിനമായ ചൊവ്വാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന നടന്നു. തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികനായി. തുടർന്ന് രാവിലെ 10 നടന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ചൂണ്ടൽ പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത് സഹകാർമ്മികനായി. ആബ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ ഫാദർ റോയ് വെളക്കൊമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 3:30 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വൈദികൻ ഫാദർ കനേഡിയൻ തണ്ടാശ്ശേരി മുഖ്യ കാർമ്മികനായി. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണത്തിനും തുടക്കമായി. പൊൻകുരിശിന് പിന്നിലായി ഫാൻസി കുടകളുമേന്തി നൂറുകണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ അണിനിരന്നു. തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് 7 മണിയോടെ പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് ആകാശവിസ്മയം അരങ്ങേറി. 21 ബുധനാഴ്ച വൈകിട്ട് 5 വിശുദ്ധ കുർബാനയും വൈകിട്ട് 6 ഇടവക ദിനാഘോഷവും നടക്കും. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഇടവക ദിനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജീവകാരുണ്യ ഫണ്ട് കൈമാറ്റം നടക്കും. തുടർന്ന് വിവിധ യൂണിറ്റുകളുടെ കലാപരിപാടികളും അരങ്ങേറും. 22 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് ഇടവകയിൽ നിന്ന് മരിച്ചവർക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് നടക്കുന്ന ഗാനമേളയോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. ചേർപ്പ് പൈനിയേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സമാദരണീയം ചടങ്ങ് സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലാണ് സമാദരണം ഒരുക്കിയത്. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട K സതീഷിനുള്ള ആദരമായിരുന്നു സമാദരണീയം ചടങ്ങ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ സമാദരണീയം ഉദ്ഘാടനം ചെയ്തു. പൈനിയേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീജിത്ത് ഉണ്ണി അധ്യക്ഷനായി. TDCA ഭാരവാഹികളായ ഇഗ്നി മാത്യു, ജോസ് പോൾ, രാകേഷ് നന്ദകുമാർ, K പ്രകാശ്, ഫോറസ്റ്റ് ഗ്രൂപ്പ് MD രാജീവ് മേനോൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ക്രിസ്റ്റീന, സുജിത് എന്നിവർ സംസാരിച്ചു. തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം സംഘനൃത്തത്തിൽ എ ഗ്രേഡ് നേടിയ ടീമിലെ PS ശ്രീലക്ഷ്മിക്ക് CPIMന്റെ അനുമോദനം. CPIM SN നഗർ AKG കോടന്നൂർ ബ്രാഞ്ച് കമ്മിറ്റികളാണ് അനുമോദിച്ചത്. 64ാമത് സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ടീം അംഗമാണ് TS ശ്രീലക്ഷ്മി. കോടന്നൂർ തെക്കേവളപ്പിൽ സൈജു സിനി ദമ്പതികളുടെ മകളാണ്. മുതിർന്ന CPM നേതാവ് PR വോഗീസ്, കോടന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സുബ്രഹ്മണ്യൻ എന്നിവർ ശ്രീലക്ഷ്മിക്ക് ഉപഹാരം സമ്മാനിച്ചു. സുനിത പ്രദീപ് അധ്യക്ഷയായി. CU ഉദയൻ, സതീഷ് ബാബു, MN ബാലൻ, ഷൈജ ഹരിദാസ്, TS ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. മാപ്രാണം വർണ്ണ സിനിമാസ് അടച്ചുപൂട്ടി. ഇരിങ്ങാലക്കുട നഗരസഭ അധികൃതരുടേതാണ് നടപടി. 2025 ഏപ്രിൽ മാസം മുതൽ വർണ്ണ സിനിമാസിന്റെ സിനിമാഗ്രഫി എക്സിബിഷൻ നിയമപ്രകാരമുള്ള ലൈസൻസ് പുതുക്കിയിരുന്നില്ല. കൂടാതെ 2024 ഏപ്രിൽ മുതൽ വിനോദ നികുതിയും അടയ്ക്കാത്തതും കണക്കിലെടുത്താണ് നഗരസഭ റവന്യൂ അധികൃതർ തിയേറ്റർ അടച്ചുപൂട്ടി സീൽ ചെയ്തത്. തിയേറ്റർ അടച്ചുപൂട്ടുന്നത് സംബന്ധിച്ച 2025 സെപ്റ്റംബർ മാസത്തിൽ തന്നെ തിയേറ്റർ ഉടമകൾക്ക് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ലൈസൻസ് പുതുക്കാതെ തിയേറ്റർ നടത്തിപ്പ് തുടരുന്നതായി തിയേറ്റർ ചെക്കിംഗ് ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകി. ഇതോടെ ചൊവ്വാഴ്ച രാവിലെ നഗരസഭാ അധികൃതരെത്തി തിയേറ്റർ അടച്ചുപൂട്ടി സീൽ ചെയ്തു. വർഷങ്ങൾക്ക് മുൻപാണ് ഈ തിയേറ്ററിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് തിയേറ്റർ ഉടമയുടെ നേതൃത്വത്തിലുള്ള സംഘം സമീപവാസിയായ ഗൃഹനാഥനെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഈ കേസിന്റെ വിചാരണ ഇപ്പോഴും തുടരുകയാണ്. വധശ്രമ കേസിൽ ഒളിവിൽ കഴിയുന്നതിനിടെ കവർച്ച നടത്തിയ പ്രതിയെ ഒല്ലൂർ പോലീസ് പിടികൂടി. തൃശൂർ ചെറുകുന്ന് സ്വദേശി വട്ടപ്പറമ്പിൽ വീട്ടിൽ കുഞ്ഞണ്ണൻ എന്ന രാഹുലാണ് പിടിയിലായത്.
കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ചെറുകുന്ന ഐക്യനഗറിൽ വെച്ച വെട്ടുകാട് സ്വദേശി വിഷ്ണുവിനും സുഹൃത്തുക്കളെയും കുഞ്ഞണ്ണൻ രാഹുൽ ഉൾപ്പെട്ട 3-അംഗ സംഘം ആക്രമിച്ചിരുന്നു. 3 വർഷം മുൻപുണ്ടായ കേസിനെ ചൊല്ലിയുള്ള വിരോധമായിരുന്നു ആക്രമണത്തിന് കാരണം. കേസിൽ ആദ്യ 2 പ്രതികളെ മണിക്കൂറുകൾക്കകം ഒല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു. 3-ാം പ്രതിയായ കുഞ്ഞണ്ണൻ രാഹുൽ ഒളിവിൽ പോവുകയും ചെയ്തു. ഇതിനിടെ ഇക്കഴിഞ്ഞ 3-ന് മലപ്പുറം ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കവർച്ചാ കേസിൽ കുഞ്ഞണ്ണൻ രാഹുൽ ഉൾപ്പെട്ടതായി വിവരം ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഇയാൾ നാട്ടിലെത്തിയതായും പോലീസിന് വിവരം ലഭിച്ചു. ചെറുകുന്നിൽ തെരച്ചിൽ നടത്തുന്നതിനിടെ ഓടി രക്ഷപ്പെട്ട പ്രതി കുഞ്ഞണ്ണൻ രാഹുലിനെ കണ്ണംകുളങ്ങരയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഒല്ലൂർ ACP SP സുധീരന്റെ നേതൃത്വത്തിൽ പിടികൂടുകയായിരുന്നു. കവർച്ച, വധശ്രമം ഉൾപ്പെടെ 8ഓളം കേസുകളിൽ പ്രതിയാണ് കുഞ്ഞണ്ണൻ രാഹുൽ. കാപ്പ നിയമപ്രകാരം 1 തവണ നാടുകടത്തപ്പെടുകയും ചെയ്തിരുന്നു. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ഒല്ലൂർ SHO ER ബൈജു, SI GS മാത്യു, ASI MA അജിത്, CPOമാരായ PS സുഭാഷ്, KN നിരാജ് മോൻ, PP അജിത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ CPT ഉത്സവ് കല വ്യാപാര ഭക്ഷ്യമേള സംഘടിപ്പിക്കും. ഈ മാസം 23, 24, 25 തീയതികളിലാണ് പരിപാടി നടക്കുക. വൈകിട്ട് 4:30 മുതൽ രാത്രി 10 വരെയാണ് കലാവ്യാപാര ഭക്ഷ്യമേള നടക്കുക. ചളിങ്ങാട് CPT നഗറിൽ 23-ന് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. മക്കത്തെ മംഗലിരാവ് എന്ന പാട്ടുപാടി വൈറലായ ആനന്ദജ്യോതിക്ക് ചടങ്ങിൽ ആദരം നൽകും. തുടർന്ന് സിനിമാറ്റിക് ഡാൻസ്, ഒപ്പന, മാർഗം കളി, തിരുവാതിരക്കളി, കോൽക്കളി, വൺമാൻ ഷോ തുടങ്ങിയ പരിപാടികൾ നടക്കും. 24-ന് ശനിയാഴ്ച വൈകിട്ട് 6-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നിസാം തളിപ്പറമ്പ് ആൻഡ് ഫാമിലി അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യ അരങ്ങേറും. 25-ന് ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം നടി സീമാജി നായർ ഉദ്ഘാടനം ചെയ്യും. പ്രഥമ CPT മാനവസേവാ പുരസ്കാരം ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിന് ചടങ്ങിൽ സമ്മാനിക്കും. ജീവകാരുണ്യ പ്രവർത്തകൻ KK ഹംസക്കുട്ടിയെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് നവ്യ സുരേഷ്, ലിറാർ, അമിനി, ലക്ഷദ്വീപ്, ജാസിം ജമാൽ എന്നിവർ അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റ്, അനീഷ് ബാൻ, ബിൽബിൻ എന്നിവർ അവതരിപ്പിക്കുന്ന കോമഡി ഷോ എന്നിവ അരങ്ങേറുമെന്നും സംഘാടകർ അറിയിച്ചു. PA നസീർ, PK നാസർ, KM സൈഫുദ്ദീൻ, TS മുസ്തഫ, TS നജീബ, PA സഗീർ, PM റൌഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റ് 2016 രൂപം കൊണ്ട ട്രസ്റ്റ് 10ാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. 2026 ജനുവരി 23, 24, 25 ഡേറ്റുകളിലായിട്ട് ഉത്സവ് ആഘോഷിക്കപ്പെടുന്നു. ചളിങ്ങാട് പോലുള്ള ഒരു പ്രദേശത്ത് ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാംസ്കാരികമായിട്ട് നാടിൻ്റെ പുരോഗതി, പ്രത്യേകിച്ച് പ്രവാസികളുടെ ഈ കാലഘട്ടത്തിൽ പ്രവാസികളിലെ പ്രത്യേകിച്ച് ആരും തിരിഞ്ഞു നോക്കാത്തൊരു സമയത്ത് ഇത് പ്രവാസികൾക്ക് ആണ് ഇത് വേണ്ടി ഈ ഏറ്റവും കൂടുതൽ മൂല്യം കൊടുക്കുന്നത്. 1 ലക്ഷം സൗജന്യ ഡയാലിസിസുകൾ പൂർത്തിയാക്കി എടമുട്ടം ആൽഫ ഡയാലിസിസ് സെന്റർ. പ്രവർത്തനം 5 വർഷം തികയും മുൻപാണ് ഈ നേട്ടം സെന്റർ സ്വന്തമാക്കിയത്. ആൽഫ ഡയാലിസിസ് സെന്ററിൽ നടന്ന ചടങ്ങിലാണ് ഭാവി പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിയത്. എടമുട്ടം ആൽഫ ഹോസ്പീസിന്റെ ഭാഗമായി 2021 ഫെബ്രുവരിയിലാണ് ഡയാലിസിസ് സെന്റർ തുടങ്ങിയത്. 15 മെഷീനുകളായി പ്രവർത്തനം തുടങ്ങിയ സെന്റർ പിന്നീട് 32 മെഷീനുകളാക്കി വർദ്ധിപ്പിച്ചാണ് 1 ലക്ഷം ഡയാലിസിസ് എന്ന നേട്ടത്തിലെത്തിയത്. കോവിഡ് കാലത്ത് ഡയാലിസിസ് സെന്ററുകൾ ഇല്ലാതായപ്പോൾ ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ ആൽഫ ഡയാലിസിസ് സെന്റർ 4ാമത്തെ ഷിഫ്റ്റ് കൂടി പ്രവർത്തിപ്പിച്ചിരുന്നു. വ്യക്തികളും സംഘടനകളും നൽകിയതാണ് സെന്ററിലെ മുഴുവൻ ഡയാലിസിസ് മെഷീനുകളും. ഇതോടൊപ്പം ഹാപ്പിനെസ് ക്ലബ് അംഗങ്ങൾക്കും അഭിമാനം ഉളവാക്കുന്നതാണ് സെന്ററിന്റെ നേട്ടമെന്ന് ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ പറഞ്ഞു. ഡയാലിസിസ് രോഗികളെ സ്പോൺസർ ചെയ്യുന്നവരും പ്രതിമാസ ഡയാലിസിസുകൾ സ്പോൺസർ ചെയ്യുന്നവരും ഉൾപ്പെട്ട കൂട്ടായ്മയാണ് ഹാപ്പിനെസ് ക്ലബ്ബ്. ഡയാലിസിസ് സൂപ്പർവൈസർ ജിതുൻ ജോർജിന്റെ നേതൃത്വത്തിലുള്ള 21 ടെക്നിക്കൽ സ്റ്റാഫ്, 4 ഓഫീസ് സ്റ്റാഫ്, 5 ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ് എന്നിവർ ഉൾപ്പെടുന്നതാണ് ആൽഫ ഡയാലിസിസ് ടീം. ഇതോടൊപ്പം മെഡിക്കൽ ഓഫീസർ, പാർട്ട് ടൈം നെഫ്രോളജിസ്റ്റ് എന്നിവരുമുണ്ട്. ഡയാലിസിസ് പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നാണ് ആൽഫയുടെ പക്ഷം. അതുകൊണ്ടാണ് ഡയാലിസിസിന് വിധേയമാകുന്നവരുടെ പ്രതിമാസ മെഡിക്കൽ പരിശോധന, ലാബ് പരിശോധന, അത്യാവശ്യ മരുന്നുകൾ, ഡയാലിസിസ് സെന്ററിന് വരാനും തിരിച്ചു പോകാനും വാഹന സൗകര്യം എന്നിവയെല്ലാം സൗജന്യമായി നൽകാനാകുന്നതെന്നും ആൽഫ ചെയർമാൻ പറയുന്നു. ഇനിയും കൂടുതൽ ഡയാലിസിസ് സെന്ററുകൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ആൽഫ. സ്വന്തമായി കെട്ടിടങ്ങളുള്ള ആൽഫയുടെ ലിങ്ക് സെന്ററുകൾ വരും കാലങ്ങളിൽ ഡയാലിസിസ് സേവനങ്ങളിലേക്ക് വളരും.
പുതുതായി പ്രവർത്തിക്കാനിരിക്കുന്ന ആൽഫ ഹോസ്പീസിൽ 50 ഡയാലിസിസ് മെഷീനുകളുടെ സൗകര്യവും ഉണ്ടാകും. തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച 50 മെഷീനുകളുള്ള ഡയാലിസിസ് സെന്ററും പൂർത്തീകരിക്കും. ചെയർമാൻ KM നൂർദീൻ അധ്യക്ഷനായ ചടങ്ങിൽ ട്രസ്റ്റിമാർ, ഡയാലിസിസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ആൽഫ ലിങ്ക് സെന്റർ പ്രതിനിധികൾ, ഡയാലിസിസ് സേവനം നൽകുന്നവർ, കുടുംബാംഗങ്ങൾ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ചളിങ്ങാട് ബാദുഷ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ അജ്മീർ ഉറൂസ് സംഘടിപ്പിച്ചു. ചളിങ്ങാട് മഹല്ല് ഖത്തീബ് അബൂബക്കർ സഅദി പതാക ഉയർത്തി. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി അജ്മീർ ഉറൂസ് ഉദ്ഘാടനം ചെയ്തു. ജാഫർ സഖാഫി അൽ അസ്ഹരി, നജീബ് സഖാഫി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ദുആ സമ്മേളനത്തിന് സയ്യിദ് സൈനുദ്ദീൻ സഅദി അൽ ബുഖാരി നേതൃത്വം നൽകി. നിരവധി പേരാണ് അജ്മീർ ഉറൂസിൽ പങ്കെടുത്തത്. ചന്ദ്രാപിനി പെരുമ്പടപ്പിൽ നവീകരിച്ച സെന്റ് ആന്റണീസ് ദേവാലയത്തിന്റെ വെഞ്ചരിപ്പ് നടത്തി. ഇതോടനുബന്ധിച്ച് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻമാർ പൂളി കണ്ണൂക്കാടൻ വെഞ്ചരിപ്പ് കർമ്മത്തിനും കൊടിയേറ്റത്തിനും വിശുദ്ധ കുർബാനയ്ക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ഡോഫിൻ കാട്ടുപറമ്പിൽ സഹകാർമ്മികനായി. കൈക്കാരന്മാരായ ജോൺസൺ പുലിക്കോട്ടിൽ, ആന്റോണിയോ പുലിക്കോട്ടിൽ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ, യൂണിറ്റ് പ്രസിഡന്റുമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ചൊവ്വാഴ്ച രാവിലെ തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വെക്കൽ, രാവിലെ 9 മണിക്ക് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തുടർന്ന് രാത്രി വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പു പ്രദക്ഷിണം പള്ളി അങ്കണത്തിൽ സമാപിച്ചു. ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ സേവനം ആവശ്യമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി മുഖേന രാത്രികാല സേവനത്തിന് മാത്രമായാണ് ഡോക്ടറെ താൽക്കാലികമായി നിയമിക്കുന്നത്. MBBS ബിരുദമാണ് യോഗ്യത. കൂടാതെ TC, MC, പെർമനന്റ് രജിസ്ട്രേഷൻ എന്നിവ ഉണ്ടായിരിക്കണം. ചേർപ്പ് ബ്ലോക്ക് പരിധിയിൽ സ്ഥിരതാമസക്കാരായവർക്ക് മുൻഗണനയുണ്ട്. അപേക്ഷകൾ ഈ മാസം 26 വൈകിട്ട് 5 മണി വരെ ചേർപ്പ് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. ജനുവരി 28 രാവിലെ 11 പാലക്കിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖം നടക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി CM അനീഷ് അറിയിച്ചു. ചേർപ്പ് ഊരകം പാലുവായ് വീട്ടിൽ രാമദാസ് മകൾ ജിതേന്ദ്രൻ നിര്യാതനായി. 45 വയസ്സായിരുന്നു. വാസന്തി അമ്മയും ജിനിത സഹോദരിയുമാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 വടൂക്കര ശ്മശാനത്തിൽ നടക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,800 രൂപ, പവന് 1,14,400 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിനെയും വിശുദ്ധ സെബസ്ത്യാനോസിനെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തിരുനാൾ തിരുകർമ്മങ്ങളിലും പ്രദക്ഷിണത്തിലും നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ചേർപ്പ് പൈനിയേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സമാദരണീയം ചടങ്ങ് സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് ഭോജനശാലയിലാണ് സമാദരണം ഒരുക്കിയത്. തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം സംഘനൃത്തത്തിൽ A ഗ്രേഡ് നേടിയ ടീമിലെ PS ശ്രീലക്ഷ്മിക്ക് CPIM-ന്റെ അനുമോദനം. CPIM SN നഗർ, AKG കോടന്നൂർ ബ്രാഞ്ച് കമ്മിറ്റികളാണ് അനുമോദിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.